ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്തൊരു ത്രെഡ് ഹൗസിലാണ് കേട്ടോ. എറണാകുളം ബ്രോഡ്വേയിലാണ്. ഞാൻ എറണാകുളത്ത് വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതാണ്. അപ്പം വന്നപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചു. ഞാനിത് വന്നിട്ടില്ല, ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ നല്ല ഹോൾസെയിൽ റേറ്റിനൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഷോപ്പിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ വന്നപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് കടകളൊക്കെ അടപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു 1-2 കടകൾ ഇതുപോലെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു. വന്ന് കണ്ടപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഹോൾസെയിൽ റേറ്റിന് എടുക്കാൻ പറ്റും. നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതുപോലെ പിന്നെ എല്ലാം നമ്മൾ പാക്കറ്റായിട്ടൊക്കെ എടുക്കണം, അല്ലെങ്കിൽ റോളായിട്ട് എടുക്കണം. അങ്ങനെയൊക്കെയാണ് ഹോൾസെയിൽ റേറ്റിനല്ല തരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എല്ലാം ഫുൾ പാക്കറ്റ് അല്ലെങ്കിൽ ഫുൾ റോളായിട്ടൊക്കെ തന്നെ എടുക്കണം. അപ്പോൾ എന്തായാലും വന്നതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സാധനം വാങ്ങിക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അപ്പം വന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ചലൊക്കെ എനിക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ലേസും അതുപോലെ സ്റ്റോൺ വർക്ക് വരുന്ന ലേസൊക്കെ തന്നെ എപ്പോഴെപ്പോഴും ആവശ്യം വരും. പിന്നെ നെക്ക് പീസിൽ വെക്കുന്നൊരു ഡിസൈനാണ് ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചത്. അപ്പം അയാൾ എടുക്കാൻ പോയിരിക്കുകയാണ്. ഇത് ഒരെണ്ണം സിമ്പിളായിട്ടുള്ള ഡിസൈനുള്ള ഒരു നെക്ക് പീസാണ്. നെക്ക് പീസിൽ വെക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് വെറും സീക്വൻസ് മാത്രം വരുന്ന ഡിസൈനായിരുന്നു. അപ്പോൾ വേറൊരു ഹെവി വർക്ക് വരുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബീഡ്സൊക്കെ നല്ല നല്ല ബീഡ്സുകളാണ് കേട്ടോ. ഇങ്ങനെ ഈ ചെയിൻ പോലെയും കിട്ടും, അല്ലാതെ നമുക്ക് പാക്കറ്റായിട്ട് മേടിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ലേസൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് സാരിയിൽ ബോർഡർ ചെയ്യാനൊക്കെ ഡിസൈൻ കൊടുക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ അതും ഞാനൊരു റോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്ക് പീസിൽ വെക്കുന്ന വേറെ പുതിയ 1-2 പാറ്റേണൊക്കെ എന്നെ കാണിച്ചായിരുന്നു. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എനിക്കത് കുറച്ച് ലെന്ത് കൂടുതലാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ മെഷർ ചെയ്ത് നോക്കുവാണ്. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റാണ്. അങ്ങനെ ഞാൻ അതും കൂടി എടുത്തു. അപ്പോൾ അതെടുത്തപ്പോൾ എനിക്ക് വേറെ 1-2 പാറ്റേൺ കൂടി കൊണ്ടുവന്ന് കാണിച്ചു തന്നെ. അത് കുറച്ചുകൂടി കൂടുതൽ വർക്ക് വരുന്നതായിരുന്നു. സ്റ്റോൺ വർക്കും ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ. അപ്പോൾ എനിക്കതും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാരി ഫോളും എപ്പോഴെപ്പോഴും ആവശ്യമുള്ളതാണ്. എന്നാലും കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഹോൾസെയിൽ റേറ്റിനാണല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി മേടിച്ചു. പിന്നെ ഇത് കളർ ബീഡ്സാണ് കേട്ടോ. മെഷീൻ ബീഡ്സാണ്, മൾട്ടി കളർ ബീഡ്സാണ്. ഇത് സീക്വൻസ്, സിബ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇത് അത്യാവശ്യമുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്ത് പോകുമ്പോൾ കുറേ കൂടി കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളതാണ് ഈ കുഞ്ചലം. അത് ബ്ലൗസ്, സാരി ബ്ലൗസിൽ, അതേപോലെ പട്ടുപാവാട ബ്ലൗസിൽ, പട്ടുപാവാടയിൽ, പിന്നെ ലെഹങ്കയിൽ, അങ്ങനെയൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ പല പല മോഡലൊക്കെയാണ് കുഞ്ചലം കിട്ടിയിരിക്കുന്നത്. വിലയും അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് കിട്ടിയത്. ഇതൊക്കെ കുറച്ച് സ്റ്റോൺ വർക്ക് വരുന്ന കുറച്ചുകൂടെ വലിയ കുഞ്ചലമൊക്കെയാണ്. ഇനി ഇതൊരു നല്ലൊരു കോപ്പർ കളറാണ് കേട്ടോ. പട്ട് സാരിയിലൊക്കെ നല്ല കോപ്പർ ഡിസൈനൊക്കെ വരുന്നതിൻ്റെ ബ്ലൗസിന് മാച്ചായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ സ്റ്റോണും തന്നെ ഒരു പിങ്കാണ്, റോസ് ഗോൾഡിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറച്ച് ഹെവി വർക്ക് വരുന്ന കുഞ്ചലമാണ്. കുറച്ചുകൂടെ നല്ല വലുതാണ് ഇതൊക്കെ ലെഹങ്കയുടെ സ്കേർട്ടിൽ വെച്ച് കൊടുക്കാനും, കുറച്ച് ഹെവി വർക്കായിട്ട് വരുന്ന ഏത് ഡ്രസ്സിലായാലും വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ തീരാറായി. അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത് നന്നായി. ഒരുപാട് എനിക്ക് വില വ്യത്യാസം തോന്നി ഇവിടെ നിന്ന് ഞാൻ റീറ്റെയിൽ പ്രൈസിന് വാങ്ങിക്കുന്നതനുസരിച്ച് നോക്കുമ്പം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കുറേ കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണേ. താങ്ക്